കാണുന്ന ഞായറാഴ്ച പരിപാടികളിൽ ശബ്ദം മാത്രം കേൾക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് കണ്ണമാഷൊപ്പം. ഈ ശബ്ദം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ഈ പാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ അന്തിക്കാട് കമ്മളിക്കാട് ഉള്ള സമയത്ത് മറ്റേ കേരളോത്സവം നടക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയൊരു പാട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തി. അപ്പോൾ ആ പാട്ട് ഞാൻ പാടാം. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. കച്ചമാല കഴുത്തിലണിഞ്ഞ് നമ്മൾ കളിച്ചതല്ലേ പൊന്നെ, നമ്മൾ കളിച്ചതല്ലേ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. മുറ്റത്ത് മാവിലെ ഊഞ്ഞാല് കെട്ടി ആടിക്കളിച്ചതല്ലേ പൊന്നെ, ആടിക്കളിച്ചതല്ലേ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. പ്രായം തികയുമ്പോൾ ഒന്നിച്ചു കഴിയാന്ന് വാക്കു പറഞ്ഞതല്ലേ പൊന്നെ, വാക്കു പറഞ്ഞതല്ലേ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. പ്രായം തികഞ്ഞപ്പ പന്തല് കെട്ടിയപ്പ ഞാനൊന്നു കൂടിയില്ലേ പൊന്നെ, ഞാനൊന്നു കൂടിയില്ലേ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. എല്ലാം മറക്കുവാൻ എന്നെ പഠിപ്പിച്ച കളിക്കൂട്ടുകാരിയല്ലേ അമ്മ, കളിക്കൂട്ടുകാരിയല്ലേ. കളിക്കൂട്ടുകാരിയുടെ കല്യാണമാണ്, ഞാനൊന്നു പോയി വരട്ടെ അമ്മ, ഞാനൊന്നു പോയി വരട്ടെ. എല്ലാം മറക്കുവാൻ എന്നെ പഠിപ്പിച്ച കളിക്കൂട്ടുകാരിയല്ലേ അമ്മ, കളിക്കൂട്ടുകാരിയല്ലേ. വളരെ സന്തോഷം. കവിശികയുടെ കവിമുറ്റത്ത് ഈ ഒരു ഒരു നമ്മുടെ കണ്ണമാഷ്ട സുഹൃത്തുക്കളും ഈ അന്തിക്കാടിൻ്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഇന്നത്തെ കവിമുറ്റത്തുണ്ട്. എല്ലാവരും ഉണ്ട്. ഒരു കവിത മറ്റൊരു കണ്ണമാഷ്ട ഒരു കവിത റോഷൻ വായിക്കാണ്. കേൾക്കാം. ഞാൻ തുടച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളുണ്ടാവുള്ള ഞാൻ കണ്ണൻ്റെ കവിതകൾ നമ്മൾ ആദ്യം തൊട്ടതിൻ്റെ പണിപ്പുരയിലുള്ള സമയത്ത് ഇത് പുസ്തകമാക്കുന്ന സമയത്ത് ഈ കവിതകളായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്, സ്ഥിരമായിട്ട് പുസ്തകം ഇറങ്ങുന്നത് വരെ. അപ്പം അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത ഞാൻ ചൊല്ലാം. ഉയർത്തെഴുന്നേൽപ്പെന്നാണ് പേര്. എൻ്റെ സ്വപ്നങ്ങൾക്ക് വീഞ്ഞു പകർന്നവൾ, എൻ്റെ സ്വപ്നങ്ങൾക്ക് വീഞ്ഞു പകർന്നവൾ, അത്താഴത്തിനായി ക്ഷണിച്ചവൾ, കാമലേപനമഞ്ജനമെഴുതിയോൾ മറിയം. അവൾ മാടി വിളിക്കുന്നു പിന്നെയും, അവൾ മാടി വിളിക്കുന്നു പിന്നെയും, എൻ്റെ കുരിശിൽ ഞാൻ പിടയുമ്പോഴും. സന്ധികളിൽ നോവു പൂത്തുവിരിയുമ്പോഴും, പണ്ടു കണ്ട കിനാവുകളൊക്കെയും കുന്തിരിക്കം പോലെ എരിയുമ്പോഴും, ഇന്ദ്രിയങ്ങളിലേറ്റ വ്രണങ്ങളിൽ ചെമ്പകപ്പൂമേനി പുതയ്ക്കുവാൻ, കരുണയില്ലാത്ത കാലം കടക്കുവാൻ മറിയം മാടി വിളിക്കുന്നു പിന്നെയും. വരികയാണു ഞാൻ പ്രിയമെഴും മറിയമേ, വരികയാണു ഞാൻ പ്രിയമെഴും മറിയമേ, വരികയാണു ഞാൻ പ്രിയമെഴും മറിയമേ,
സ്ഫടിക നീടത്തിൽ നിന്നും മതിയായി സിരകളിൽ പ്രണയരാഗം നിറച്ച് വരികയാണു ഞാൻ പ്രിയമെഴും മറിയമേ. സിരകളിൽ പ്രണയരാഗം നിറച്ച് വരികയാണു ഞാൻ പ്രിയമെഴും മറിയമേ. ഇനി കാവിശികയിലേക്കുള്ള പ്രചോദനം വരവ് കാവിശിക നമ്മൾ തുടങ്ങി നമ്മുടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവൂ. അതെ, കാവിശിക ആരംഭിക്കുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ രാവുണ്ണിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കുകയാണ്. അപ്പം അന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്നുള്ളത് തീരുമാനിച്ചിട്ട് അങ്ങനെ രാവുണ്ണിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു രൂപപ്പെട്ടൊരു സാധനം ഒരു കൂട്ടായ്മയാണ് കാവിശിക. ഇന്നത് വളർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളും അതിൽ അംഗങ്ങളായിട്ട് മലയാളികളായ കവികളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, യൂട്യൂബുണ്ട്, എല്ലാതും ഉണ്ട്. അപ്പം അന്ന് അങ്ങനെ തുടക്കത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് രാവണ്യാണെങ്കിൽ പണ്ട് അറിയാവുന്ന കാരണം തന്നെ പരാമർശങ്കർ അന്തിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്നെ അതിൽ അടയാണ് ചെയ്തത്. അങ്ങനെ അടയത് നമ്മളതിൽ കയറുന്നു, കവിതകൾ എഴുതുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും മാതൃകയാവുന്ന ഒരു ഇതാണ് കാവിശിക നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെറുതെ എഴുതിയിട്ട് പോലല്ല, എഴുതി മറ്റൊരു വായിക്കണം, അത് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം, തിരുത്തങ്ങൾ പറയണം. അങ്ങനെ ഭാഷയിലായാലും അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആയാലും ഒക്കെ തന്നെ നമ്മൾക്കൊരു പ്രചോദനമാണ് കാവിശിക. അതിപ്പോൾ നമ്മൾ പുസ്തകങ്ങളൊക്കെ കുറേ ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മണിപ്പൂരിലുണ്ടായ അന്നത്തെ ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ കവിത ക്യാമ്പയിൻ തന്നെ നടത്തി. അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ 3, 4, 5 നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നാടിൻ്റെ പൾസറിഞ്ഞുകൊണ്ട് എഴുത്തുകാരെ സമീപിക്കുന്ന ഒരു പ്രക്രിയയാണ് കാവിശിക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല രീതിയിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നല്ല ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ മുതൽ എന്നെപ്പോലുള്ള ആളുകൾ പോലും അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. കാരണം അവിടെ വിവേചനങ്ങളൊന്നുമില്ല. ജാതി മത രാഷ്ട്രീയ ചിന്തകളല്ല നമ്മൾ നയിക്കുന്നത്, സ്നേഹമാണെന്നുള്ളൊരു ഇത് കൂടി തന്നെയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്നത് നമ്മുടെ രാവണ്യാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാവിശികയിൽ ഇപ്പോൾ പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാവിശിക ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാനെന്നും കാവിശികൊപ്പം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കാവിശികയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമുക്കറിയാമല്ലോ, കാവിശികൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. എന്നാലും കാവിശിക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരു സ്പേസാണ്. കാരണം നമ്മളെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. നമുക്കങ്ങനെ സഞ്ചിട്ടിട്ട് കറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ. കവിത കൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പറ്റിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവിഷ്കാരത്തിന് കിട്ടിയൊരു ഇടമാണ് കാവിശിക. എനിക്ക് വീട്ടിൽ നിന്നിട്ടായാലും കവിത പോസ്റ്റ് ചെയ്യാം, അത് വായിച്ച് മറ്റുള്ള വായിക്കണം എന്നുള്ളത് അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ ഞായറാഴ്ച ഒരു കൂട്ടായ്മയുണ്ട് കാവിശിക തന്നെ. അത് ഔപചാരികമല്ല, അനൗപചാരികമായിട്ടുള്ള കൂട്ടായ്മയാണ് ഞായറാഴ്ച രാത്രികളിൽ. സംഗീതം എന്ന് പറഞ്ഞാൽ പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല, എന്നാലും പഴയ പാട്ടുകളായാലും പുതിയ പാട്ടുകളായാലും ഒക്കെ പാടാൻ താല്പര്യമുള്ള ആൾക്കാർ കയറി ഒന്ന് പാടും. ഇപ്പം ഞാനും അതിൽ പാടും. അങ്ങനെ ഇപ്പോൾ വിനോദുണ്ട്, വിനോദ തിരിഞ്ഞ് അവനും നന്നായി പാടും. അങ്ങനെ അതിൽ ഒരുപാട് ആളുകൾ വന്ന് പാടുന്നവരുണ്ട്. മോശം പറഞ്ഞു. അപ്പോൾ അത് ഔപചാരികമായിട്ട് അതിനൊന്ന് നമുക്ക് വളർത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പ്രത്യേകം പറയുന്ന കാര്യമാണ്. കാരണം അവൻ അനൗപചാരികമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നല്ല പാട്ടുകാരെ ഉൾപ്പെടുത്തി നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ആഗ്രഹം. കാരണം ഒരു റിലാക്സ് അല്ല അത്. രാത്രി കാലങ്ങളിൽ ഞായറാഴ്ച മാത്രമാണ് 7 മണി തൊട്ട് ചിലപ്പോൾ 10 മണി വരെയൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരും പാടിക്കൊണ്ടിരിക്കും. അത് 4 വരി അല്ലെങ്കിൽ 8 വരിക്ക് ഉണ്ടാവുള്ളൂ മാത്രം. അപ്പോൾ അതിനൊന്നും കൂടി നമുക്കൊന്ന് സമ്പുഷ്ടമാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാവിശികനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ കൂടുതലും പറയാനില്ല. കാരണം കാവിശിക എനിക്ക് ഒരുപാട് ഇടങ്ങൾ തന്നിട്ടുണ്ട്. പല ചർച്ചകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കാനൊക്കെ അവസരങ്ങൾ എനിക്ക് കാവിശിക തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാവിശികയോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. കാവിശിക അംഗങ്ങളോടും ഒരുപാട് സ്നേഹമുണ്ട്. ഈ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണെന്ന് തോന്നും. കാരണം